ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മാത്യു എബ്രഹാം അച്ഛൻ, ജോബി തോമസ് സാമുവൽ അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ത്രിയേക ദൈവം നൽകി തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ഏവൻഗേലിയോനായി വായിച്ചു കേട്ടത്. The Gospel according to Saint Luke, chapter 1, verses 26 through 38. 29-ഉം 30-ഉം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കുന്നു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. 34-ാമത്തെ വാക്യം, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. 37-ാമത്തെ വാക്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും ചേർന്ന് വന്ന് നിന്നെ ആരാധിപ്പാൻ തക്കോണം നീ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിത്തരുന്ന ഈ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം. വചനത്തിൻ്റെ മുൻപാകെ ആയിരിപ്പാൻ തക്കോണം നീ അവിടുന്ന് ഞങ്ങൾക്കിടയാക്കുന്നതിനായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, വചനം ഞങ്ങൾക്ക് നൽകി തരുന്നതായിട്ടുള്ള വെളിച്ചത്തിനായിട്ടും ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന പാതയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് കർത്താവേ, ജീവിതയാത്രകളിൽ നിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകിത്തരുന്ന അരുളപ്പാടുകൾ, പ്രത്യേകിച്ച് ഈ നാളുകൾ നിൻ്റെ ജനനത്തിൻ്റെ വലിയ പെരുന്നാൾ കൊണ്ടാടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, കർത്താവെ, നിൻ്റെ ജനനത്തിൻ്റെ മുൻപാകെ ഉണ്ടായ അരുളപ്പാടുകൾ വീണ്ടും ഒന്ന് ധ്യാനിക്കുകയും വീണ്ടും ഒന്ന് കർത്താവെ ഞങ്ങൾ മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. വചനം ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ തക്കോണം നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. വന്ന് ചേർന്നിരിക്കുന്ന ഏവർക്കും ഈ വചനം മനസ്സിലാകുവാൻ തക്കോണം നിൻ്റെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. അടിയനെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നിൻ്റെ വാക്കുകളും നിൻ്റെ ശബ്ദവും നിൻ്റെ ആലോചനയുമാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആദ്യ നൂറ്റാണ്ടുകളിലെ 2 വളരെ ഫേമസ് ആയിട്ട് ഉള്ള ഒറേറ്റേഴ്സ് അല്ലെങ്കിൽ വാഗ്മികളായിരുന്നു. ഒന്ന് റോമിലെ സിസേറോ, 2 ഗ്രീക്കിലെ ഡെമോസ്തിനസ്. ഈ 2 പേരും വളരെ ബ്യൂട്ടിഫുൾ എലക്വൻറ്റ് സ്പീക്കേഴ്സ് ആയിരുന്നു, ഗ്രേറ്റ് ഒറേറ്റേഴ്സ് ആയിരുന്നു. എന്നാൽ ഈ 2 പേരുടെയും പ്രസംഗ രീതിയിലും ഈ 2 പേരുടെയും ഒറേറ്ററിയിലും ഒരു ചെറിയ വ്യത്യാസം പിൻകാലങ്ങളിൽ ആളുകൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനായിട്ടും ഇടയായി തീർന്നു. ഇറ്റ് വാസ് ഇൻ ദ റിസൾട്ട് ദാറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ സ്പീക്കിംഗ്. അവർ സംസാരിച്ചു കഴിഞ്ഞ് അവരുടെ പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഉണ്ടായ വ്യത്യാസമാണ് അവർക്ക് കാണാനായിട്ട് ഇടയായി തീർന്നത്. സിസേറോയുടെ പ്രഭാഷണങ്ങൾ കഴിയുമ്പോൾ, സിസേറോയുടെ പ്രസംഗങ്ങൾ കഴിയുമ്പോൾ എല്ലാ ആളുകളും വളരെ കൗതുകമായിട്ടത് കേൾക്കുകയും എല്ലാ ആളുകൾക്കും അത് ഭയങ്കര ഇഷ്ടമാകുകയും എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയും, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് വണ്ടർഫുൾ, വാട്ട് ഗ്രേറ്റ് എ സെർമൺ ഇറ്റ് വാസ്, വാട്ട് ഗ്രേറ്റ് എ മെസ്സേജ് ഇറ്റ് വാസ്. എന്നാൽ ഡെമോസ്തിനസിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ കേൾക്കുന്നതായിട്ടുള്ള ആളുകൾ എല്ലാവരും എഴുന്നേറ്റ്, കം ലെറ്റ്സ് ഗോ, വി നീഡ് ടു ഡു സംതിങ് എന്ന് അവർ പറയുമായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതയാത്രകളിൽ ഓരോ ഞായറാഴ്ചകൾ, ഓരോ വെള്ളിയാഴ്ചകൾ, ഓരോ വ്യാഴാഴ്ചകൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഓരോ അരുളപ്പാടുകൾ നമുക്ക് ലഭ്യമായി തീരുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രീച്ചർ എന്ന നിലയിൽ എൻ്റെ ഒരു വലിയ ഭയം ഇന്ന് ഞാൻ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ 2 അനുഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ, ഒരു പ്രീച്ചർ എന്ന നിലയിൽ ഞാൻ പ്രസംഗിച്ചതായിട്ടുള്ള പ്രസംഗങ്ങൾ എനിക്ക് തന്നെ ഒരു ആക്ഷൻ്റെ തലത്തിലേക്ക് എത്താനായിട്ടിടയായി തീർന്നിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം. എത്ര പ്രസംഗങ്ങൾ ഈ ദേവാലയത്തിലിരുന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, കേട്ടു പോകുന്നതായിട്ടുള്ള സമയത്ത് നല്ല പ്രസംഗമായിരുന്നു, ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് വണ്ടർഫുൾ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു പടിയും കൂടെ കിടക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ
എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാകുന്നു. വേദപുസ്തകത്തിൽ അരുളപ്പാടുകളുടെ ഒരു വലിയ പരമ്പരയാണ് ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആഗമന കാലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ, ജനന പെരുന്നാളിന് മുൻപ് ദൂതൻ ഓരോരുത്തർക്കും നൽകിയ ആ വലിയ അരുളപ്പാടുകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും. ദി അനൗൺസിയേഷൻ ദാറ്റ് ഹാപ്പൻഡ്. സക്കറിയാവിനുള്ള അരുളപ്പാട്, കന്യക മറിയാമിനോടുള്ള അരുളപ്പാട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു. തുടർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്തു നോക്കുമ്പോൾ വീണ്ടും ദൂതന്മാരുടെ അടുക്കലേക്ക് ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ദൂതന്മാർ വരുന്ന അനുഭവം കാണാനായിട്ട് ഇടയായിത്തീരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു സവിശേഷതയാണ്, വി സീ ദാറ്റ് ഏഞ്ചൽസ് പോപ്പ് അപ്പ് ഹിയർ ആൻഡ് ദെയർ എവ്രി നൗ ആൻഡ് ദെൻ. കഴിഞ്ഞ ഞായറാഴ്ച ദേവാലയത്തിൽ വെച്ചാണ് ദൂതൻ വന്നതെങ്കിൽ, ഈ വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ നസ്രേത്ത്, ഗലീലയിലെ നസ്രേത്ത് എന്ന് പറയുന്ന പട്ടണത്തിലാകുന്നു ദൂതൻ വന്ന് ചേർന്നിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ദൂതൻ വന്നു ചേരുമ്പോൾ ഓരോ സദ്വർത്തമാനങ്ങളാകുന്നു ദൂതൻ അറിയിക്കുന്നത് എന്ന് കാണാനായിട്ട് ഇടയായിത്തീരുന്നു. ഈച്ച് ആൻഡ് എവ്രി ടൈം that the angel comes, he comes in to announce a message. ഈ വായിച്ച വേദഭാഗം ഒരു പക്ഷെങ്കിൽ ഏറെ നാളുകളായിട്ട്, കാലങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ ഈ ഭാഗം വരുമ്പോൾ തന്നെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ മനസ്സുകളെ ഷട്ട് ചെയ്യും. എന്നാൽ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം കേൾക്കുവാൻ തക്കോണം ഇടയായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വേദഭാഗം ഞാനൊന്ന് വായിക്കുന്ന സമയത്ത് എന്നോട് സംസാരിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. അതെന്നോട് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എല്ലാവരോടും നൽകി തരുന്ന വലിയ സന്ദേശമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3 ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെ നടക്കുകയാണ്. എല്ലാ പ്രസംഗങ്ങളും, എല്ലാ പ്രഭാഷണങ്ങളും, എല്ലാ അരുളപ്പാടുകളും കേൾക്കുക മാത്രമല്ല, എന്നാൽ കേൾക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു രൂപാന്തരവും ഒരു ട്രാൻസ്ഫോർമേഷനും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ ദൂതന്മാർ നൽകിയ സന്ദേശങ്ങൾ കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു ട്രാൻസ്ഫോർമേഷനും കാണുവാൻ തക്കോണം ഇടയായിത്തീരുന്നുണ്ട്. 3 ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. 1, ദി ഇംപോസിബിലിറ്റീസ് ആർ ട്രാൻസ്ഫോംഡ് ടു പൊട്ടൻഷ്യാലിറ്റി. ദ ഇംപോസിബിലിറ്റീസ് ആർ ട്രാൻസ്ഫോംഡ് ടു പൊട്ടൻഷ്യാലിറ്റി. ഒരു പക്ഷെങ്കിൽ അസാധ്യമായതിനെ സംഭവനീയമാക്കി തീർക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ ഇടയായിത്തീരുന്നത്. കന്യക മറിയത്തിന് ഉണ്ടായ ഈ ഒരു അനുഭവം വേദപുസ്തകത്തിൽ വേറെ അതിന് സമാനമായ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ അത്തരത്തിലെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ ഇടയായിത്തീരും. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ സാറായിക്ക് ഉണ്ടായ ആ ഒരു അനുഭവം, ഇന്നൊരു പക്ഷെങ്കിൽ 1ാം പാഠമായി നമ്മൾ വായിച്ചു കേട്ട ഹന്നയുടെ ആ ഒരു അനുഭവം. എന്നാൽ ഇത് രണ്ടും സമാനമായ അനുഭവങ്ങളാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങൾ ഇത് രണ്ടിൻ്റെ അകത്തുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ, ഹന്നായുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അവരൊക്കെയും ഏറെ പ്രായം തികഞ്ഞവരാണ്. ദേ വർ ഈഗർലി വെയിറ്റിംഗ് ടു ഹാവ് എ ചൈൽഡ്. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു ഈ പ്രിയപ്പെട്ടവർ. എന്നാൽ മറിയയുടെ കഥ വ്യത്യസ്തമാണ്. മേരി സ്റ്റോറി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മറിയ അങ്ങനെയല്ല. ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. കാരണം ഇപ്പം ഏറ്റവും അധികം ഒരു പക്ഷെങ്കിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഈ വിവാഹ ജീവിതം എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആകാനായിട്ട് സാധ്യമായി തീരും എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കഥകൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ അവിടെ മനുഷ്യന്മാർ ഈ കഥയ്ക്കകത്ത് ഉണ്ടെങ്കിലും വലിയ ഒരു സത്യം നമ്മളോട് പറയുകയാണ്. The impossible God does the impossible thing. The impossible God does the impossible thing. ഒരു പക്ഷെങ്കിൽ ദൈവത്തിനെ അത്തരത്തിൽ നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ സാധ്യമായി തീരത്തില്ല. ഹി ഈസ് വേ ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ എന്നൊക്കെയും പറയുമ്പോഴും ഒരു നാളും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇത് നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ ഇടയായി തീരുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് ആകമാനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബാരൻ വുമൻ, എലിസബത്ത്, മച്ചിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ വേണ്ടിയിട്ട് 6 മാസം ഗർഭിണിയാകുന്നു. 36 വാക്യം നമ്മൾ കാണുന്നു. കന്യകയായ ഒരു സ്ത്രീ ജന്മം നൽകാനായിട്ട് പോകുകയാണ്. മുകളിലിരിക്കുന്നതായിട്ടുള്ള ദൈവം ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം. തുടർന്നുള്ള ജീവിതയാത്രയിൽ നമുക്കറിയാം
ഈ ദൈവം ഭൂമിയിൽ വന്ന് ജീവിച്ചു കഴിഞ്ഞ് ക്രൂശിൽ തറച്ച് കല്ലറയിൽ കിടന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ജീവന്റെ അനുഭവത്തിലേക്ക് വന്ന വലിയ ഒരു അനുഭവം. ഒന്നും അറിയാൻ വയ്യാത്ത ശിഷ്യർ ഇതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചെന്ന് ഈ കർത്താവിനെ കുറിച്ച് സുവിശേഷിക്കുവാനും അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ദ ഇംപോസിബിലിറ്റീസ് ഹാഡ് ബീൻ ടേൺഡ് ഇൻ ടു എ ഗ്രേറ്റ് പൊട്ടൻഷ്യാലിറ്റി. ഒരു പക്ഷെങ്കിൽ അസാധ്യമെന്ന് കരുതുന്ന എന്തെങ്കിലും ഇന്ന് നമ്മുടെ ജീവിത യാത്രകളിലുണ്ടെങ്കിൽ ഓരോ ക്രിസ്മസ് നമുക്ക് നൽകി തരുന്ന ഒരു വലിയ സന്ദേശമാണ് ഓൾ ആർ ഇംപോസിബിലിറ്റീസ് വിത്ത് ഗോഡ് ക്യാൻ ടേൺ ഇൻ ടു ഗ്രേറ്റ് പൊട്ടൻഷ്യാലിറ്റി. നമുക്ക് എത്താൻ പറ്റുന്നതിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു സാധ്യതയിലേക്ക് നമുക്ക് ചേരുവാൻ തക്കോണം ഇടയായിത്തീരും എന്ന് ഓരോ ക്രിസ്മസും നമുക്ക് സന്ദേശം നൽകുകയാണ്. 2, വേർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ബീങ് ഡൺ. Apprehensions are transformed to audacity. Apprehensions are transformed to audacity. ആശങ്ക അല്ലെങ്കിൽ പേടി അത് മാറി ധൈര്യത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഇതാ വരികയാണ്. Apprehensions എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആങ്സൈറ്റി ഓർ ഫിയർ ദാറ്റ് സംതിങ് ബാഡ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിക്ത അനുഭവങ്ങളായിരിക്കും നടക്കുന്നത് എന്നുള്ള ഒരു പേടി, എന്നുള്ള ഒരു വ്യാകുലത. ഒഡാസിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ വില്ലിങ്നെസ് ടു ടേക്ക് ബോൾഡ് റിസ്ക്. സക്കറിയാവിനുള്ള അരുളപ്പാടും കന്യക മറിയത്തിനുള്ള അരുളപ്പാടും ഇനിയും തുടർന്ന് ക്രിസ്മസിനോടനുബന്ധിച്ച് ആട്ടിടയന്മാരുടെ ആ ഒരു അനുഭവം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ 3 ദൂതന്മാർ വന്നു കഴിയുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്ന് പറയുന്നത് ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. ദിസ് ഈസ് ദ ഫസ്റ്റ് വേർഡ് ദാറ്റ് ദേ സേ, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. ഒരു പക്ഷെങ്കിൽ ഭയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഒരു ഇമോഷനാണ്, ദൈവം നമുക്ക് നൽകിയ ഒരു നല്ല ഇമോഷനാണ്. ഈ ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പലതും ചെയ്യാതെ ഇരിക്കുന്നത്. ഈ ഭയമില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തും ചെയ്തേനെ. എൻ്റെ ചെറുപ്പം നാൾ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനിമലാണ് ഈ ടൈഗർ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പനാൾ മുതൽ ഞാനിങ്ങനെ അതിൻ്റെ ഫോട്ടോകൾ കാണും, അതിനെയൊക്കെ വളർത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹവും താല്പര്യവുമാണ്. ഈ UAE വന്നപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ കാണാൻ പറ്റും, കാരണം കാണുന്നതെല്ലാം അറബിമാരുടെ കൂടെയാണ് ഈ ടൈഗറും ലയനും എല്ലാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാണാൻ പറ്റും എന്നുള്ളൊരു മോഹം കൂടെ ഇവിടെ വന്ന സമയത്ത് എനിക്കുണ്ട്. എന്നാൽ ഈ മോഹം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സൂയിൽ പോകുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിനെ തൊടവോ ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം പോയാലോ തൊട്ടാലോ ഇത് എന്നെ കടിക്കുവാൻ തക്കോണം സാധ്യമായി തീരും. ദാറ്റ് ഈസ് എ കൺസ്ട്രക്റ്റീവ് ഫിയർ. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിത യാത്രകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഫിയറിനേക്കാളും ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലും ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള നിയോഗത്തിലും ഒരു ഡിസ്ട്രക്റ്റീവ് ഫിയറാണ് പലപ്പോഴും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടയായിത്തീരുന്നത്. ശിഷ്യന്മാരെ സംബന്ധിച്ച് എടുത്തു നോക്കുമ്പോഴും ആട്ടിടന്മാരെ എടുത്തു നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ കന്യക മറിയാമും ആദ്യം അവരുടെ ജീവിതത്തിൽ പറയുന്നതായിട്ടുള്ള ഉത്തരങ്ങളിലെല്ലാം ഈ ഒരു കൺസ്ട്രക്റ്റീവ് ഫിയറിനേക്കാൾ കൂടുതൽ ഒരു ആങ്സൈറ്റിയാണ്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്, ഒരു തരത്തിലും ഇത് സാധ്യമായി തീരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വേദപുസ്തക ചരിത്രം എല്ലാം എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിൽ ഡിസ്ട്രക്റ്റീവ് ഫിയറിനെ മറികടന്നവരാണ് ലോകത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ തക്കോണം ഇടയായി തീർന്നത്. കന്യക മറിയാമിനെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു ചെറിയ ആശങ്ക, ആ ഒരു ചെറിയ ഭയം കന്യക മറിയാമിനുണ്ടെങ്കിലും അതിനെ മറികടന്നത് കൊണ്ടാണ് ഈ ഒരു വലിയ ശുശ്രൂഷ അല്ലെങ്കിൽ ദൗത്യം ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നത്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, 2 ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നു. ഒന്ന്, ദ ഇംപോസിബിലിറ്റീസ് ആർ ട്രാൻസ്ഫോം ടു ഗ്രേറ്റ് പൊട്ടൻഷ്യാലിറ്റി. 2, ദി ആപ്രിഹെൻഷൻസ് ആർ ട്രാൻസ്ഫോം ടു ഗ്രേറ്റ് ഒഡാസിറ്റി. മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഇന്ററപ്ഷൻസ് ആർ ട്രാൻസ്ഫോം ടു ഇൻവിറ്റേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സ്റ്റോപ്സ്, അത് ഒരു ഇൻവിറ്റേഷനായിട്ട് മാറുകയാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. മറിയയുടെ കഥ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എ സ്റ്റോറി ഓഫ് ഇൻറ്ററപ്ഷൻ. വളരെ ആകാംക്ഷയായിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ ജീവിതം ആകെപ്പാടെ മാറിപ്പോകുകയാണ്. എന്തുകൊണ്ടാണ്? ദൂതൻ്റെ ഒരു സന്ദേശം കാരണം. യു ആർ ഗോയിങ് ടു ഗീവ് ബർത്ത്. ബിഫോർ ഗെറ്റിംഗ് മാരിഡ്, ഇതാ ഈ കന്യകയായ പെൺകുട്ടി ഇതാ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്ന ഇൻറ്ററപ്റ്റ് അല്ല, അവളുടെ ജീവിതം ആകെപ്പാടെ തീർന്നു പോയിരിക്കുകയാണ്.
ഇനി മുൻപോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഈ പറയുന്ന കന്യക മറിയാം ചോദിക്കുന്നത്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ, ഇതെങ്ങനെ സാധ്യമായി തീരും എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗം നമുക്ക് നൽകി തരുന്ന ഒരു വലിയ ബ്യൂട്ടിഫുൾ സന്ദേശമുണ്ട്. ഗോഡ്സ് പ്ലാൻ ആർ ഡിഫറെൻറ്റ് ദാൻ ആർ പ്ലാൻസ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളെക്കാളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മറിയ അവളുടെ ജീവിതത്തിലെ ഒരു ഇൻറ്ററപ്ഷൻ എന്ന് കരുതിയിരുന്നത് ദൈവം അവൾക്ക് ഒരുക്കി കൊടുത്ത അതിനേക്കാളും വലിയതായിട്ടുള്ള ഒരു ക്ഷണവും അതിനേക്കാൾ വലിയതായ ഒരു ഇൻവിറ്റേഷൻ ആകുന്നു എന്ന് കാണാനായിട്ട് ഇടയായിത്തീരുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു വാചകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്രകാരമാണ്: മേരീസ് പാർട്ട് വാസ് ഓൺലി ടു ബി ഒബീഡിയൻറ്റ്. ദ ഇംപോസിബിൾ വാസ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. മറിയയെ സംബന്ധിച്ചിടത്തോളം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറയുക മാത്രം, എന്ന് പ്രവർത്തിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അസാധ്യമായ കാര്യങ്ങൾ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു പക്ഷെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇന്ന് നമ്മൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വി ലവ് ടു ഡു എവറിത്തിങ്. വി വോണ്ട് ടു ബ്രിങ് ഇൻ റിസൾട്ട്സ്. വി വോണ്ട് ടു ബ്രിങ് ഇൻ ഔട്ട്കംസ്. നേതൃത്വ സ്ഥാനത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. വി വോണ്ട് ടു സീ ദി ഔട്ട്കം. വി വോണ്ട് ടു സീ ദ റിസൾട്ട്. ഔട്ട്കമും റിസൾട്ടും കാണാതിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എവിടെയോ നമ്മൾക്കാണോ പ്രശ്നം, എവിടെയാണ് പ്രശ്നം പറ്റിപ്പോയത് എന്നുള്ള ഒരു ബോധം നമ്മളെ വളരെയധികം അലട്ടുമ്പോൾ ഈ വേദഭാഗം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒറ്റ കാര്യമാണ്: ഏതൊരു ശുശ്രൂഷ മേഖലയിലും ഏതൊരു സ്ഥാനത്തിലും ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദ ഓൺലി തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ദ റോൾ ദാറ്റ് യു നീഡ് ടു പ്ലേ ഇസ് യു നീഡ് ടു ബി ഒബീഡിയൻറ്റ്. അത് മാത്രം ചെയ്യുക, ആ ശുശ്രൂഷ മാത്രം നിർവഹിക്കുക. അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ദി ഔട്ട്കം ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കന്യക മറിയാമിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദ ഓൺലി തിങ് ദാറ്റ് ഷീ ക്യാൻ ഡു ഈസ് ടു സബ്മിറ്റ് ഹെർസെൽഫ് ബിഫോർ ദ ലോർഡ്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഒരു പക്ഷെങ്കിൽ ഓരോ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളും ഓരോ പ്രാവശ്യം നമ്മൾ ധ്യാനിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ഒരു ദൈവം എങ്ങനെയാണ് ഈ ലോകത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നു ചേരാൻ ഇടയായിത്തീരുന്നത് എന്നോർക്കുമ്പോൾ എന്നും നമുക്ക് കൗതുകം തന്നെയാകുന്നു. നമ്മൾ ഓരോ പടി മുകളിലോട്ട് പോകുമ്പോൾ ഒട്ടും താഴോട്ട് വരാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. ഓരോ പടി നമുക്ക് ഉയരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും നമുക്ക് താഴോട്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. എന്നാൽ ആ ഒരു അനുഭവത്തിൽ ആ സ്വർഗീയ മഹിമകളെല്ലാം വിട്ട് ഈ ലോകത്തിൽ വന്ന് ചേർന്ന ആ ഒരു വലിയ സുദിനം നമ്മൾ കൊണ്ടാടാൻ പോകുമ്പോൾ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കാതെയാണ് നമ്മൾ കൊണ്ടാടുന്നതെങ്കിൽ ഈ ഒരു ശുശ്രൂഷ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എവ്രി അനൗൺസ്മെൻറ്റ്സ് ബ്രോട്ട് ഇൻ എ ട്രാൻസ്ഫോർമേഷൻ. സക്കറിയ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിലും ഒരു പക്ഷെങ്കിൽ വിശ്വസിക്കാൻ സാധ്യമായി തീർന്നില്ല. ഏറെ നാളുകളുടെ മൗനത്തിന് ശേഷം അത് മനസ്സിലാകുവാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. കന്യക മറിയം വളരെ നിസ്സാരമായ സാധാരണക്കാരായ വ്യക്തിയായ ഒരു പെൺകുട്ടി ഇതാ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ. ഐ ആം ഓൾസോ കേപ്പബിൾ ടു ടേക്ക് അപ്പ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി. I can play God's role. I can be a part of God's ministry. I can be a part of God's service. അത് കന്യക മറിയം മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. ഒരു പക്ഷെങ്കിൽ ആട്ടിടയറെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തഴയപ്പെട്ടവരെ ഇതാ ആട്ടിടയർക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്, ട്രാൻസ്ഫോർമേഷനാണ്. ദർ ഈസ് എ ഗോഡ് ഹു കെയർസ് ഫോർ യു. ഇന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കോണം തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയങ്ങളെല്ലാം അത്തരത്തിൽ നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാനിടയാകട്ടെ. 3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ച് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇംപോസിബിലിറ്റീസ് ആർ ട്രാൻസ്ഫോംഡ് ടു പൊട്ടൻഷ്യാലിറ്റി. ആപ്രിഹെൻഷൻസ് ആർ ട്രാൻസ്ഫോംഡ് ടു ഒഡാസിറ്റി. ഇൻറ്ററപ്ഷൻസ് ആർ ട്രാൻസ്ഫോംഡ് ടു ഇൻവിറ്റേഷൻ. ഇന്നും നമ്മൾ സിസേറോയുടെ പ്രസംഗങ്ങൾ കേൾക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളിൽ പലരും ഒരു പക്ഷെങ്കിൽ അങ്ങനെ സിസേറോ ആകാനാണ് താല്പര്യപ്പെടുന്നത്. ബിക്കോസ് ദോസ് പീപ്പിൾ ആർ വൈഡ്ലി അക്സെപ്റ്റഡ്. എന്നാൽ സിസേറോയേക്കാൾ കൂടുതൽ പറയുന്നതായിട്ടുള്ള ആ ഒരു വചനം തൻ്റെ സ്വന്തം ജീവിതത്തിലും കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരിലും ഒരു ചലനമുണ്ടാക്കുവാൻ, ഒരു വ്യത്യാസമുണ്ടാക്കുവാൻ ഇടയാക്കാത്തടത്തോളം കാലം ദർ ഇസ് നോ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ അസ്.
ആ ഒരു വലിയ രൂപാന്തരം ഈ ഒരു വലിയ പെരുന്നാൾ കൊണ്ടാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ത്രിയേക ദൈവം ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നിയോഗിച്ച പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാം.